അസ്സലാമലൈക്കും അല്ലയ്യാം വാരിയേഴ്സ് ക്യാമ്പസ് അൽ അയ്യാമിന്റെ മിടിപ്പും തുടിപ്പുമായ ഹലോ ഹയ്യ എഫ് എമ്മിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സമയം 10:50 ഇച്ചിരി വൈകിയതിനാൽ നമ്മൾ വളരെ പെട്ടെന്ന് ഒരു എപ്പിസോഡ് അടിച്ചു തീർക്കുകയാണ്. സോ bringing you the heartbeat of Al Ayyam, no tracks, no posts, just pure fest vibes. So buckle up, keep your energy high and let's make you be comfortable. Welcome the crowd. അങ്ങനെ അവസാനം നമ്മൾ ആ സത്യം തിരിച്ചറിയാണ്. ഫെസ്റ്റ് കഴിയാനായിരിക്കും. അതെ, ഹാഷിർ ബി പി ആണ് പഴംപൊരിക്കൊപ്പം സ്റ്റോറിൽ നിന്ന് തീരാൻ പോവാണെന്ന് പറയുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ശരിയാണ്. നിറ കണ്ണുകളോട് അദ്ദേഹം പറയാണ് ഫെസ്റ്റ് തീരാൻ പോവാണ്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും പ്രതീക്ഷകൾ തെറ്റിക്കുന്ന അട്ടിമറികൾ സംഭവിച്ച ഒരുപാട് മത്സരങ്ങൾ കഴിഞ്ഞ ഈ ഒരു സമയം വരെ നമുക്ക് കാണാനിടയായി. GK ക്യൂസ് അഥവാ നമ്മളെ ഗ്രൂപ്പ് ക്യൂസ് അല്ലെങ്കിൽ വാഴ്സിറ്റി ടാലന്റ്, അതുപോലെ തന്നെ ഹദീസ് മുസാബക പോലെയുള്ള ചെറിയ വലിയ പരിപാടികളൊക്കെ ഇവിടെ നടന്നുപോയി. അവസാനത്തേക്ക് ആർക്കും എപ്പോഴും വിജയിക്കാമെന്ന് തോന്നുന്ന രീതിയിലുള്ള പരിപാടികൾ. ഈ പരിപാടികളൊക്കെ നമ്മോട് പറയുന്നത് തന്നെയാണ്. ഏത് ടീമും അവസാനം വരെ തോൽക്ക് നിൽക്കുന്ന ടീമാണെന്നുണ്ടെങ്കിലും ഫെസ്റ്റിന്റെ അവസാന നിമിഷം ജയിക്കുന്ന ടീമിനെ കപ്പെടുക്കാവൂ. അപ്പൊ അത് വരെ പരിശ്രമിക്കുക, അത്രേ ഉള്ളൂ. അതെ, എത്രയൊക്കെ കൊലകൊമ്പന്മാരായ റയലിനെ പോലും അത്ലറ്റിക്കോ മാഡ്രിഡ് 5-2 പൊട്ടിച്ചില്ലേ. ഇതിലേറെ വലിയ ഉദാഹരണം ഇനി എന്തു വേണോ അല്ലേ? അല്ലാഹു അക്ബർ. സോ ഒരുപാട് റഷൊന്നും ഇല്ലാത്ത പ്രോഗ്രാമുകളാണ് ഈ ഒരു കഴിഞ്ഞ 1-2 ദിവസം നമുക്ക് കാണാനായത്. വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യം സമയം ഉണ്ടാകുന്ന തയ്യാറാവാനും കൂടുതൽ സമയം ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂളാണ് ഈ ഒരു അവസാന 2 ദിവസം നമുക്ക് കാണാനായത്. നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ കലാശക്കൊട്ടടിക്കും ഇൻഷാ അല്ലാഹ്. ഇന്ന് വൈകുന്നേരം നടന്ന പരിപാടികളിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേദി 1 ഹദീസ് മുസാബക നടന്നിരുന്നു. ബുഷ്റുസ്താദിന്റെ മാത്രം കഴിവായ ഹദീസ് മുസാബക നടന്നിരുന്നു. വൈകുന്നേരത്തിന് എത്രയോ മുമ്പ് 2-3 മണിക്ക് തുടങ്ങിയ പരിപാടി വൈകുന്നേരം 4-5 മണി വരെ നീണ്ടുന്ന പരിപാടിയാണ്. ഒരു ഗ്രൂപ്പ് ക്വിസിന്റെ നീളം ഉണ്ടായിരുന്നു വെറും ഒരു സാനവിയുടെ ഹദീസ് മുസാബക. ബെസ്റ്റ് പെർഫോമർ ആരായിരുന്നു പറയാൻ കഴിയോ? സയ്യിദ് ഹാഷിർ ആണെന്ന് തോന്നുന്നു. ജാസിറാണ് ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ളത്. അഭിനന്ദനങ്ങൾ. ഓക്കെ, ഏതായാലും സ്റ്റോറിന്റെ ചൂടും അല്ലയ്യാമിന്റെ കൂടെ ആറി തണുക്കാൻ പോവുകയാണ്. അഥവാ ആറി തണുക്കാൻ ഒന്ന് കൂടുന്നുണ്ട് മാഷാഅല്ലാഹ്. പക്ഷേ നമ്മള് പുതിയ കടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ദഫ് മത്സരത്തിനോടനുബന്ധിച്ച് എല്ലാവരും പൈസ ഫുള്ള് ചെലവാക്കണ്ട എന്ന് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ലിസാന്. ദഫ് മത്സരത്തിനോടനുബന്ധിച്ചിട്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടും പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വിപുലമായ സ്റ്റോർ വരുന്നുണ്ടെന്നുള്ള ഒരു വാണിംഗ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ലിസാൻ നൽകിയിട്ടുണ്ട്. കയ്യിലുള്ള പൈസ മുഴുവൻ ചെലവാക്കേണ്ട എന്നുള്ള ഒരു ചെറിയ മുന്നറിയിപ്പാണ് ലിസാൻ ഇതിലൂടെ അറിയിക്കുന്നത്. ശരിയാണ്. അൽ അയ്യാം 2025നോടനുബന്ധിച്ച് കോളേജിൽ ചപ്പൽ ചോരി വ്യാപകമായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ചെരുപ്പ് കാണാതാവുകയും ദുരൂഹ സാഹചര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന അവസ്ഥ വളരെ വ്യാപകമായിട്ടുണ്ട്. ഡിഗ്രി വിദ്യാർത്ഥി വഫാൻ മസ്താന്റെ ചെരുപ്പാണ് അവസാനമായിട്ട് കാണാതായത്. വഫാൻ മസ്താൻ ഇപ്പോൾ നഗ്നപാതനാണ്. അതേപോലെ തന്നെ നാളെ നമ്മുടെ ഫെസ്റ്റ് ഉണ്ടാവുകയാണ്. നാളെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ ഫെസ്റ്റ് എൻഡ് ആവുമ്പോഴും നാളത്തെ പരിപാടികളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെ ആവേശത്തോടു കൂടിയുള്ള പൊതുവെ ഡിബേറ്റുകളുടെ ഫൈനലുകളുണ്ട്. മുനാദറ, ഇംഗ്ലീഷ് ബ്രിട്ടീഷ് പാർലമെന്റ് ഡിബേറ്റ് ഉറുദു പോലുള്ളവരുടെ ഫൈനലുകൾ നാളെയാണ് നടക്കുന്നത്. മുഷാറ നാളെ ഉച്ച മുതൽ വൈകുന്നേരം വരെ നമ്മളെ ഷെഡ്യൂളിൽ നേരെ ഒഴിച്ചു വിട്ടേക്കാം. നമ്മളെ മുഷാറിന്റെ കോമ്പറ്റീഷന്റെ അളവനുസരിച്ചിട്ട് നമ്മളെ കോമ്പറ്റീഷന്റെ അളവനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ടൈം ടേബിളിൽ ഉച്ച മുതൽ വൈകുന്നേരം വരെ വേറെ ഒരു പരിപാടിക്ക് സ്ഥലം കൊടുത്തിട്ടില്ല. പിന്നെ നാളത്തെ ഷെഡ്യൂൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. പരിപാടികളുടെ റിസൾട്ട് അനൗൺസ്മെന്റിന് നമ്മുടെ കൺട്രോളേഴ്സ് സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നാളെ നമുക്കൊരു മറക്കാനാവാത്ത ദിവസമാകട്ടെ. റിസൾട്ടുകളുടെ ഒരു മാരത്തോൺ തന്നെ നാളെ പ്രതീക്ഷിക്കാം അല്ലേ ഹിഷാം തങ്ങൾ? സോ നമ്മൾ ഈ ഒരു ചെറിയ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ആദ്യമായിട്ടാണ് നാളത്തെ ദഫിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് പറഞ്ഞോളൂ. നാളെ നമ്മൾ അഖില കേരള ദഫ് മത്സരം നടക്കാനിരിക്കുന്നത് നാളെയാണ്. നാളെ മഗ്‌രിബിന് ശേഷമല്ലേ നമ്മളെ പരിപാടി? മറ്റന്നാളെയാണോ?
അശ്വിന് ഒരു ടിസ്റ്റ് ഉണ്ട് ഇൻഷാല്ല. മറ്റന്നാൾ മഗ്‌രിബിന് ശേഷം ഇൻഷാല്ല നമ്മുടെ എന്തുണ്ട് ദഫ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അഖില അപ്പോ കേരള ദഫ് മത്സരം ആദ്യമായിട്ടാണ് നമ്മളെ പ്രത്യേകിച്ച് ഈ ഒരു ഫെസ്റ്റിന് ശേഷമൊക്കെ കോളേജിൽ നമ്മൾ ഒരുപാട് കമ്മിറ്റികൾ നമ്മുടെ കോളേജിന് ഒരു ഐക്കണിക് പരിപാടിയായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒരുപാട് ആശയങ്ങളുണ്ടായിരുന്നു. അതിലാണ് ഫറായില് ക്വിസ് പോലത്തെ സംഗതികൾ, പിന്നെ അതേപോലെ മാപ്പിളപ്പാട്ടുകൾ കുറേ ട്രൈ ചെയ്തിരുന്നു എല്ലാ കൊല്ലവും. അൽഹംദുലില്ലാ ഈ ഒരു കമ്മിറ്റി ഒരുപാട് നൈറ്റ് മെയർസ് അല്ലാണ്ടെങ്കിൽ തീരാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ വലിയൊരു സ്വപ്നമാണ് ഇനി നടക്കാനുള്ള അഖില കേരള ദഫ് മത്സരം. സോ ഇൻഷാ അല്ലാ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും പിന്നെ അതുപോലെ തന്നെ ഗുണകാംക്ഷികളുടെ ഭാഗത്തു നിന്നും അനുഭാവികളുടെ ഭാഗത്തു നിന്നും ഈ വർഷത്തെ ലിസാൻ കമ്മിറ്റിക്ക് വലിയ കൃതജ്ഞതകൾ സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ ആദ്യമായിട്ടാണ്, കമ്മിറ്റിയുടെ ഒരു മികവ് തന്നെയാണ്, ആദ്യമായിട്ടാണ് അൽ ഹയ്യ FM എന്ന ഒരു ക്ലീശ പേരിലെങ്കിലും ഒരു RJ സെഷൻസ് നടക്കുന്നത്. ഒരുപാട് പ്രാവശ്യം നടത്തിയെടുക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഇപ്രാവശ്യമാണ് ഇത്രയും ക്രിഞ്ചായിട്ടൊരു സെക്ഷൻ എനിക്കും അശ്വിനും നടത്തിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ അതൊക്കെ കേട്ട് സഹകരിച്ച് സഹിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും, ഉസ്താദുമാർക്കും സ്റ്റാഫിനും കമ്മിറ്റിവർക്കും എല്ലാവർക്കും നന്ദികൾ അറിയിക്കുന്നു. സോ ഇറ്റ്സ് ടൈം So from the heart of the fest, from the soul of the Hayya FM, But thank you for rating web Jesus. Jazakallah khair. these are signing off Ashbin and Wafan Mastan. Bye for the moment. Jazakumullah khair. Assalamu alaikum wa rahmatullah.